ഹലോ, നല്ല നമസ്കാരം. ഡിസേറെ ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയുടെ സോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഫസ്റ്റ് ക്രിസ്റ്റോ സേവിയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈനിങ്, മേക്കപ്പ്, ആർട്ട്, അതോടൊപ്പം തന്നെ പെർഫോമൻസ്. ഇത്രയും സാധനം പറയുമ്പോൾ ഈ സിനിമയുടെ ലെവല് എത്രത്തോളമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കുന്നതിനപ്പുറമാണ് ഈ സാധനം. ഇത് ഒരു ഹൊറർ മൂവി എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അത്രയും ഭയപ്പെടുത്തുന്ന സീനുകൾ വളരെ കുറവാണ്. പക്ഷേ എന്തെങ്കിലും കാണിച്ച് ഭയപ്പെടുത്തുകയല്ല. ഒരുപാട് സൈലൻസിലൂടെ അത്യാവശ്യം ചെറിയ മ്യൂസിക് ഒക്കെ വച്ച് മാത്രമാണ് ഭയപ്പെടുത്തൽ എന്ന് പറയുന്ന ആ ഒരു ഹൊറർ എലമെൻ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ രാഹുൽ സദാശിവത്തിൻ്റെ ഏറ്റവും മികച്ച രണ്ടാമത്തെ സിനിമ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഭൂതകാലം ആ സിനിമയുടെ താഴെ നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എന്നെ ഞെട്ടിച്ച രണ്ടുപേരുണ്ട്. ഒന്ന് മധുസൂദനൻ പോറ്റി, മറ്റത് റോസമ്മ എന്ന് പറയുന്ന കഥാപാത്രം. ഇവർ രണ്ടുപേരും എന്നെ മൊത്തത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. എന്തായിരുന്നാലും വേറൊരു പരാതി കൂടെ ഉള്ളത്, ഈ ക്രിസ്ത്യൻ പ്രേതത്തെ ഒഴിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പാതിരിമാർ ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. നിങ്ങളെന്തിനാണ് ഈ സദാശിവൻ, എന്തിനാണ് ഈ മധുസൂദനൻ പോറ്റിയെ കൊണ്ടുവന്ന് ആ സാധനത്തെ ഫിലിപ്പിനെ ഒഴിപ്പിച്ചത് എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞങ്ങളുടെ അച്ഛന്മാരെയൊക്കെ ഉപയോഗിക്കാമായിരുന്നു. എന്തായിരുന്നാലും ആയിക്കോട്ടെ. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ആണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു സാധനം. ഒരു ഗ്ലാസ്സിനകത്ത് ഐസ് വീഴുന്നത് പോലും വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഒരു കാറ്റടിക്കുന്നത്, അതായത് എന്താ പറയുക, ഒരു 2-3 ഇടത്തുണ്ട് കാറ്റിങ്ങനെ അടിക്കുന്ന സീന്. അത് ശരിക്കും ഒരു ഭീതിപ്പെടുത്തുന്ന, ഒരു ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടി അന്ന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കർട്ടൻ ജസ്റ്റ് ഒന്ന് വലിച്ചിടുന്ന ആ ഒരു സൗണ്ട്, എന്തു മനോഹരമായ സൗണ്ട് ഡിസൈനിങ് ആണ്. എൻ്റെ പൊന്നു സഹോദര, കീട്ടിലം സൗണ്ട് ഡിസൈനിങ്. ഒരു ജസ്റ്റ് ഗ്ലാസ് വീഴുന്നത് പോലും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് സൗണ്ട് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ മേക്കപ്പ്. എൻ്റെ മോനെ, ഒരു സീനുണ്ട്, അത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ സീനുണ്ടല്ലോ, ഒരു 1.5 സീനാണ്. 2 സീനുണ്ട്. ഫിലിപ്പിൻ്റെ സീനും അതോടൊപ്പം തന്നെ കന്നിയുടെ ബ്രദറിൻ്റെ ഒരു സീനും. ഈ 2 സീൻ, ഞാൻ കഥാപാത്രങ്ങളുടെ പേര് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ്, സ്പോയിലാകാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് കഥാപാത്രങ്ങളുടെ പേര് പറയുന്നത്. അവരുടെ രണ്ടുപേരുടെയും സാധനത്തിൽ മേക്കപ്പ് ചെയ്തു വച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത സാധനം. ഒരു കിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല സാധനം. അത് റോണക് സേവിയർ ആണെന്ന് തോന്നുന്നു മേക്കപ്പ്. മോനെ, ഞെരുപ്പ്, കിടുക്കച്ചി സാധനം. പിന്നെ ക്യാമറയുടെ കുറേ കിടിലം സാധനങ്ങൾ. കിടിലം സാധനം വെച്ചാൽ കിടിലം സാധനം. എനിക്ക് ആദ്യത്തെ സീന്, ഒരു കിണറിൻ്റെ അകത്തുള്ളൊരു സീനുണ്ട്. ആ കിണറ്റിനകത്തൊരു സീൻ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ക്യാമറ ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. കിടിലം സാധനം. അതാണ് ഫസ്റ്റ് ക്യാമറയുടെ ആ ഒരു രീതി കണ്ടപ്പോൾ തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ നല്ലൊരു ഭാഗവും നൈറ്റ് സീനാണ്. ഫുള്ള് ഏകദേശം ഒരു 80% നൈറ്റ് സീനുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നൈറ്റ് സീനിനെ പിന്നെ മേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റിങ്ങും കൂടി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വളരെ നൈസായിട്ടാണ് പിന്നെ ഇതിൻ്റെ കളറിങ്ങും അതിനോടൊപ്പം തന്നെ ലൈറ്റിങ്ങും ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ നമ്മൾ ഈ പോസ്റ്ററൊക്കെ കണ്ടതെല്ലാം തന്നെ ഒരു
റെഡ് ഷെയ്ഡാണ് ഉള്ളത്. പക്ഷേ ഇതിലൊന്നും തന്നെ റെഡ് ഷെയ്ഡ് ഇല്ലാതെ തന്നെ വളരെ നല്ല കളറിങ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ലൈറ്റിങ്ങിലൂടെ. അതും എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. പിന്നെ പ്രണവിൻ്റെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു പ്രണവിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്, ഇത്രയും കാലം സിനിമകൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ സിനിമയിലാണെന്ന് ഞാൻ പറയും. കാരണം പുള്ളിക്കാരന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. റോഹൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ വളരെ ആപ്റ്റായി എനിക്ക് ഫീൽ ചെയ്തു. ഈ സിനിമ അവസാനിക്കുമ്പോൾ സംഭവിക്കുന്ന ചില ചോദ്യങ്ങൾ ബാക്കി വയ്ക്കുന്നുണ്ട്. ഈ സിനിമ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ, അതൊരു ചോദ്യമാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതോടൊപ്പം തന്നെ ഫിലിപ്പ് എന്തിനു വേണ്ടിയാണ് ഇത് സംഭവിച്ചത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഫിലിപ്പ് സംഭവം. അതോടൊപ്പം തന്നെ കന്നിക്ക് എന്താണ് സംഭവിച്ചത്. അതോടൊപ്പം തന്നെ കന്നിയുടെ ബ്രദർ എന്താണ് സംഭവിക്കുന്നത്, കന്നിയുടെ ബ്രദറിന്. അതോടൊപ്പം തന്നെ റോഷൻ എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വച്ചിട്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കച്ചടക്കൂട്ടങ്ങളുമായിട്ട് പോയിരുന്ന് സിനിമ കണ്ടത് എനിക്കിന്ന് ഏറ്റവും മോശമായ ഒരു അനുഭവം തിയേറ്ററിൽ നിന്നുണ്ടായി. ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു സിനിമ കാണാൻ വേണ്ടി. ഒരു 3 പേർ മാത്രം ആ സിനിമയുടെ ആ ഒരു രീതി ആസ്വാദനത്തിന് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ഉള്ള ഓഡിയൻസുമായിട്ടിരുന്ന് സിനിമ കാണരുത്. കൂക്കുവിളിയും ബഹളവും വയ്ക്കുന്ന ഭയം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ സീനുകൾ വരുമ്പോൾ ബഹളം വച്ച് ആ ഭയത്തെ മറികടക്കാനുള്ള തത്രപ്പാട് കാണിക്കുന്ന ഊളത്തരങ്ങളാണ്. പക്ഷേ അത് ഡിസ്റ്റർബൻസ് ആണ് മറ്റുള്ള ഓഡിയൻസിന്, സിനിമ കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസിന് അത് ഡിസ്റ്റർബൻസ് ആണ് എന്ന് കൂടി ഓർക്കുക. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഈ ജോണറിലുള്ള ഹൊറർ ജോണറിലുള്ള സിനിമകൾ കാണുമ്പോൾ സൈലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ആ സൈലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമയുടെ ആ രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഈ സിനിമ ഒരുപാട് മ്യൂസിക് ആയിരുന്നാലും നിശബ്ദത കൊണ്ടും ആ ഒരു ഹൊറർ എലമെൻറ്റിലേക്ക് എത്തിപ്പെടുമ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കൂവും ബഹളവും ഡിസ്റ്റർബൻസും ഒക്കെ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് പോകും. അതോടൊപ്പം തന്നെ കൊച്ചു കുട്ടികളെ കൊണ്ടൊന്നും ഈ സിനിമ കാണാൻ പോകരുത്, ദയവ് ചെയ്ത് പറയുകയാണ്. കാരണം അങ്ങനെയുള്ളൊരു സിനിമയല്ല ഇത്. ഇതിൽ എയും ബിയും സിയും ഒന്നും ഇല്ല. പക്ഷേ അങ്ങനെയുള്ളൊരു സിനിമയല്ല, ഇതൊരു ഹൊറർ ഇതാണ്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ മൂവി കൂടെയാണ്, ഒരു ത്രില്ലർ ജോണർ കൂടെയുണ്ട് ഇതിൽ. മധുസൂദൻ എന്ന് പറയുന്ന ആൾ അന്വേഷിച്ചു പോവുകയാണ്, പല കാര്യങ്ങളും അന്വേഷിച്ചു പോവുകയാണ്. അതിനുള്ള ഉത്തരം ഒരുപക്ഷെ അടുത്ത പാർട്ട് ഉണ്ടെങ്കിൽ അതിൽ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് എന്തായിരുന്നാലും ഈ സിനിമ നന്നായിട്ട് തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് എന്നെനിക്കറിയില്ല. ഇത് ഈ ഹൊറർ ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് ധൈര്യമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിടിലൻ സിനിമയായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. കണ്ണും പൂട്ടി ടിക്കറ്റ് എടുക്കാം. ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന ഓഡിയൻസുമായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കാണുകയാണെങ്കിൽ ഇത് കിടിലമായിട്ട് നമുക്ക് ആ സിനിമയുടെ സോളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അല്ലാത്ത ഊള ഓഡിയൻസുമായിട്ടൊക്കെ ആണ് ഈ സിനിമ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ, താങ്ക് യു.